തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം കുരിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് 8ാം ദിവസമായ ഇന്ന് 8 മണിക്ക് തന്നെ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ആരംഭിച്ചു. ദ്വാദശനാമ പൂജയും അതുപോലെ വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് നമ്മുടെ ഋഷി പാരമ്പര്യത്തിലെ ഋഷീശ്വരന്മാരെ പൂജിക്കുന്ന മഹത്തായ ചടങ്ങാണ് ഇന്ന്. അതുകൂടാതെ മഹാസുദർശന പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. ഋഷീശ്വരന്മാരെ പൂജിക്കുന്ന ചടങ്ങ് വൈകുന്നേരം 5 മണിക്ക് രതിപൂജയായിട്ട് ചെയ്യുന്നതാണ്. ഇന്ന് ഭാഗവതം ദ്വാദശാഗത്തിലെ രുക്മിണി സ്വയംവരമാണ് വൈകുന്നേരം പാരായണം ചെയ്ത് രുക്മിണി സ്വയംവര ഘോഷയാത്രയോടുകൂടി രുക്മിണി സ്വയംവരം ഭാഗവതത്തില് പാരായണം ചെയ്ത് ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങ്. എല്ലാ ഭക്തജനങ്ങളും അത്യപൂർവമായി നിൽക്കുന്ന വാസുദേവ യജ്ഞത്തിൽ പങ്കുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് അന്യദേശങ്ങളിൽ തന്നെ ദിവസവും ഭഗവാന്റെ ദർശനത്തിനും അർച്ചനയിലും പങ്കെടുക്കാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ എത്തിയിരിക്കുകയാണ്. ഒരു അത്യത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു മംഗളകാര്യമാണ് ഈ 12 ദിവസം കൊണ്ട് ഇവിടെ നടക്കുന്നത്. ഓം നമോ ഭഗവതി വാസുദേവായ ദ്വാദശാക്ഷരി വിധിയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള മൂല്യങ്ങളാണ് ഈ 12 ദിവസം കൊണ്ട് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ഈ അത്ഭുതകരമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ദർശന പ്രാധാന്യം എല്ലാ ഭക്തജനങ്ങളും ഉൾക്കൊണ്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതി വാസുദേവായ. ശങ്കര പൂജനം കൃഷ്ണകഥാമൃതം ചേലിൽ പകരുമ്പോൾ ഭാഗവത ഹംസം ശങ്കര പൂജനം കൃഷ്ണകഥാമൃതം ചേലിൽ പകരുമ്പോൾ വേണുഗാന സ്വരമോഹനമുഖരിത